ബി.ജെ.പിയുടെയും സംഘപരിവാറിന്റെയും ഒരു സ്വപ്ന പദ്ധതിക്ക് ഉത്തർപ്രദേശ് തിരിച്ചുപിടിക്കാനുള്ള അവരുടെ പദ്ധതിക്ക് സുപ്രീം കോടതി ഒരു കനത്ത ചെക്ക് വെച്ച ദിവസമായിരുന്നു ഇന്നായിരുന്നു സുപ്രീം കോടതി ഏറെ നീറുന്ന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ ഒരു വർഗീയ സംഘർഷത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന സംബൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംബൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദ് എന്ന മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളി, ഒരു ക്ഷേത്രം, ഹരിഹർ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് നിർമ്മിച്ചത് എന്ന ഹർജി അവിടുത്തെ ഒരു പ്രാദേശിക സിവിൽ കോടതി അംഗീകരിക്കുകയും അവിടെ സർവേ നടത്താൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് സർവേക്ക് എത്തിയ സംഘം ജയ് ശ്രീറാം വിളികളോടെ എത്തിയതോടെ സ്ഥലത്തെ പ്രദേശവാസികളും വിശ്വാസികളും സംഘടിച്ച് പ്രതിഷേധിക്കുകയും തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പിൽ 5ഓളം പ്രദേശവാസികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയെയും ചെയ്തിരുന്നു. സംബൽ ജില്ലയിലും സംബൽ പ്രദേശങ്ങളിലും ഇതുവരെ ഇന്റർനെറ്റ് സൗകര്യം പോലും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. അത്ര വലിയ സംഘർഷമാണ് അവിടെ അരങ്ങേറിയതെന്നത് വ്യക്തമാണ്. ആ കേസിൽ ഇന്ന് പരിഗണിച്ച സുപ്രീം കോടതി സർവേ അടക്കമുള്ള എല്ലാ നടപടികളും അടിയന്തരമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയുണ്ടായി. അതോടൊപ്പം പള്ളി കമ്മിറ്റിയോട് അലഹബാദ് ഹൈക്കോടതിയെ അടിയന്തരമായി സമീപിക്കാനും ഒരു നിർദ്ദേശം നൽകുകയുണ്ടായി. ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വരുന്നവരെ ഒരു തലത്തിലുള്ള നടപടികളും പള്ളിയുമായി ബന്ധപ്പെട്ട് പാടില്ല എന്നൊരു നിർദ്ദേശം സുപ്രീം കോടതി നൽകിയതോടെ തകർന്നു വീഴുന്നത് നഷ്ടപ്പെട്ട ഉത്തർപ്രദേശ് തിരിച്ചുപിടിക്കാനുള്ള ബി.ജെ.പിയുടെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ്. നമുക്കറിയാം, സംബൽ എന്ന ജില്ല ഉത്തർപ്രദേശിൻ്റെ ഒരു മുസ്ലിം സ്വാധീന മേഖലയിൽ പെടുന്ന ഒരു ജില്ലയാണ്. സംബൽ ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും സംബൽ പ്രദേശത്ത് സംബൽ ലോക്സഭാ മണ്ഡലത്തിലും നിർണായക സ്വാധീന ശക്തിയാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ SP സമാജ്വാദി പാർട്ടി 2019-ലും 2024-ലും വിജയിച്ച ഒരു മണ്ഡലമാണ് സംബൽ ലോക്സഭാ മണ്ഡലം. സംബൽ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ ബി.ജെ.പിക്ക് വിജയിക്കാനായത് 2014-ലാണ്. അന്ന് BSPയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ മുസ്ലിം സ്ഥാനാർത്ഥി വോട്ട് ഭിന്നിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ബി.ജെ.പി അവിടെ വിജയിക്കുന്നത്. ആ സംബൽ പിടിച്ചടക്കാനും സംബൽ ഉപയോഗിച്ച് നഷ്ടപ്പെട്ടു പോയ ഉത്തർപ്രദേശിലെ പ്രതാപം തിരിച്ചുപിടിക്കാനും ബി.ജെ.പിയും സംഘപരിവാറും നടത്തിക്കൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തകർത്തെറിഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കേസിൽ എന്തായാലും ഒരു അനുകൂല വിധി നിയമപ്രകാരം സംഘപരിവാറിന് സമ്പാദിക്കുക അസാധ്യമാണ്. കാരണം 1991-ൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമുണ്ട്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. അത് പ്രകാരം ബാബറി മസ്ജിദ് ഒഴികെ ബാക്കി എല്ലാ ആരാധനാലയങ്ങളും 1947 ഓഗസ്റ്റ് 15-ന് എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതേപടി നിലനിർത്തണം എന്ന ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രാദേശിക കോടതികളെ ഉപയോഗിച്ച് സർവേ അടക്കമുള്ള നടപടികൾ നടത്തി പ്രദേശത്തൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് മുൻപെങ്ങനെയാണോ മുസാഫിർ നഗർ കലാപത്തെ ബി.ജെ.പി അതിൻ്റെ രാഷ്ട്രീയ ലാഭത്തിനായി ഉത്തർപ്രദേശിൽ ഉപയോഗിച്ചോ അതുപോലെ സമ്പലിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ബി.ജെ.പി നടത്തിയത്. എന്തായാലും ബി.ജെ.പി ഈ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി പുലർത്തുന്ന മൗനം അത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. അതിന് പ്രധാന കാരണം പാർലമെന്റിൽ കഴിഞ്ഞ 4 ദിവസമായി കോൺഗ്രസ് അദാനി അഴിമതി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു നോട്ടീസ് പോലും പാർലമെന്റിന്റെ ഇരുസഭകളിലും സംബൽ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു MP പോലും നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ ഒരു MP പോലും ഈ വിഷയത്തിൽ ഒരു നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിൽ പക്ഷേ ഇടത് MP-മാരും മുസ്ലിം ലീഗിന്റെ MP-മാരും ഒക്കെ സംയുക്തമായി നോട്ടീസ് നൽകുന്ന കാഴ്ചയും നമ്മൾ രാജ്യസഭയിൽ കണ്ടു. കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP-യും A റഹീം MP-യും അതിനോടൊപ്പം മുസ്ലിം ലീഗിന്റെ MP-ആയ അബ്ദുൽ വഹാബും ചേർന്ന് സംബൽ വിഷയം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നോട്ടീസ് നൽകുന്നത്. എന്നാൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു കുറ്റകരമായ മൗനം പുലർത്തുകയാണ് എന്ന കാര്യം വ്യക്തമാണ്. മുസ്ലിം ലീഗിന്റെ MP-മാരും നേതാക്കളും സംബലിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞ ദിവസം അവിടെ ജില്ലാ അതിർത്തിയിൽ വെച്ച് തന്നെ തടയപ്പെട്ടു. എന്നാൽ കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് പോലും ഇവരെ അനുഗമിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പുലർത്തുന്ന കുറ്റകരമായ മൗനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്തായാലും മറ്റൊരു ബാബറി മസ്ജിദ് രൂപപ്പെടുത്തിയെടുക്കാൻ സംഘപരിവാർ
തമ്പലിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ആ നീക്കത്തിനാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഒരു ചെക്ക് വച്ചിരിക്കുന്നത്. എന്തായാലും ഇനി എല്ലാ കണ്ണുകളും നീങ്ങുക അലഹബാദ് ഹൈക്കോടതിയിലേക്കായിരിക്കും. അവിടെ നിന്നും വരുന്ന വിധികൾക്ക് ഈ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള സ്വാധീന ശക്തി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്.